വേദത്തിലെ പ്രമുഖമായ ഒരു ആശയമാണ് വിദ്യയാ വിന്ദത്തെ അമൃതം. വിദ്യയാ അമൃതമശ്നുതേ. വിദ്യ കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാം, അമൃതത്വം ഭുജിക്കാം എന്നത് ഭാരതീയൻ്റെ വളരെ മുൻപ് കാലത്തെ പൂർവികരുടെ ആശയമാണ്. ഗീത എന്ന് പറയുന്നത് ഇന്നത്തെയും നാളത്തെയും ശാസ്ത്രമാണ്. അതുകൊണ്ട് യുവാക്കൾ അതിലൂടെ നേടുന്നത് അറിവാണ്, ആ അറിവിലൂടെ അമൃതത്വമാണ്. നാരായണ ഗുരുസ്വാമിയെപ്പോലുള്ള മഹാപുരുഷന്മാർ അറിവ് എന്നാണ് ആത്മസ്വരൂപത്തെ വിശേഷിപ്പിച്ചത്. ആ അറിവിനെക്കുറിച്ചുള്ള, അതുകൊണ്ടാണല്ലോ ഗീതയിൽ ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കളിലെ ബ്രഹ്മവിദ്യയാണ് ഗീത ഉപദേശിക്കുന്നത്. ആ ബ്രഹ്മവിദ്യയെ പഠിക്കാൻ ഇന്നും ഇത്രയും ചെറുപ്പക്കാർ ഉത്സുകരായി വരുന്നു എന്നത് തന്നെയാണ് ഗീതാമൃതത്തിൻ്റെ വിജയം. ഗീതാമൃതം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിലൂടെ അമൃതത്വം എന്നതാണ് അതിൻ്റെ സന്ദേശം. വിദ്യയാ വിന്ദതേ അമൃതം. വിദ്യയിലൂടെ അമൃതത്വം നേടുക, വിദ്യയിലൂടെ അമൃതത്വം ഭുജിക്കുക. ആ വിദ്യയെ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും പക്വമായ രീതിയിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പുതിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും നടത്തുന്ന ഗീതാമൃതം എന്ന ഈ വലിയ ബൃഹത്തായ പദ്ധതി വർഷങ്ങളായി നടന്നു വരുന്നു. ഭാരതത്തിലെ തന്നെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എത്രയോ യുവാക്കൾ, ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കൾ വിശേഷിച്ചും വരുന്ന ഒരു പരിപാടിയാണ്. ഗീതാമൃതത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീത എങ്ങനെ വായിക്കരുത്, എങ്ങനെ വായിക്കണം എന്നീ രണ്ട് കാര്യങ്ങൾ മുഖ്യമായി അറിയണം. കാരണം ഭഗവത്ഗീതയെപ്പറ്റി എഴുതപ്പെടുന്ന 90% ഇന്നത്തെ കാലത്തെ പുസ്തകങ്ങളിലും ഭാരതത്തിൻ്റെ മഹത്തായ ഈ ശാസ്ത്രത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമാണ് പരത്തുന്നത്. ഏതാണ് മൂലകൃതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ആചാര്യസ്വാമികൾ എന്താണ് ഭാഷ്യം എഴുതിയിരിക്കുന്നത് എന്നൊക്കെ അറിയാനും ആ ഗീതാശാസ്ത്രം ഇന്നിൻ്റെ ജീവിതത്തെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ഏറ്റവും പ്രായോഗികമായി പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾ വളരെ ചിന്തിക്കുന്ന, ആഴത്തിൽ പഠിക്കുന്ന, ഗീതയെ ഒരു നേരം പോക്കായി എടുക്കാത്ത കുട്ടികളാണ്. അതുപോലെ ക്യാമ്പ് നടത്തുന്ന സന്യാസി ശ്രേഷ്ഠന്മാരാകട്ടെ, അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആവട്ടെ, വരുന്ന പണ്ഡിതന്മാരാവട്ടെ, അവരെല്ലാം ഗീതയെ വളരെ ശ്രദ്ധയോടെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നത് വളരെ ആശാസ്യമാണ്. ഇനിയുള്ള കാലത്തിൻ്റെ ശാസ്ത്രമാണ് ഗീത. ഭാവിയുടെ വരദാനമായിട്ടാണ് ഗീതയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. കാരണം ഈ കുട്ടികളിൽ അത്രയും ഉയർന്ന ഊർജ്ജം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ അമ്മയുടെ യൂണിവേഴ്സിറ്റി, അമൃത യൂണിവേഴ്സിറ്റി സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇത്രയും ഊർജ്ജവും ഇത്രയും ആത്മീയ അടിത്തറയുമുള്ള കുട്ടികളെ ഭാരതത്തിൽ വേറെ കാണാൻ സാധിക്കില്ല എന്ന്. അതിലും കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയേണ്ടതില്ല. അത്രയും വലിയ മഹാനായ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ ഗീതാമൃതം പോലുള്ള പദ്ധതികൾ നടപ്പാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസവും അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നുന്നത്.